വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ പറഞ്ഞു തരാ. വെള്ളിയാഴ്ച ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന നന്മകൾ നിങ്ങൾ ചെയ്താ അല്ലാഹുവേ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കൂടുതൽ നന്മ ചെയ്ത ഒരു വെള്ളിയാഴ്ച ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ഇനി പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണേ, ഈ പറയുന്ന നന്മകൾ നിങ്ങളൊന്ന് കേൾക്കണേ. അതിലൂടെ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച സുബഹി നമസ്കാരം ജമാഅത്തായി വേണം നിസ്കരിക്കേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മറ്റുള്ള ദിവസങ്ങളിലെ പോലെയല്ല, വെള്ളിയാഴ്ചത്തെ സുബഹി നമസ്കാരത്തിന്റെ ജമാഅത്ത് മുടക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സ്വലാത്തി ഇൻദ സ്വലാത്തി സുബ്ഹി യൗമൽ ജുമുഅത്തി ഫീ ജമാഅ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം വെള്ളിയാഴ്ച ദിവസത്തിലെ ജമാഅത്തായിട്ടുള്ള സുബഹി നമസ്കാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം വെള്ളിയാഴ്ച ദിവസത്തിലെ ജമാഅത്തായിട്ടുള്ള സുബഹി നിസ്കാരമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഒരാളും നാളത്തെ വെള്ളിയാഴ്ച നാളത്തെ സുബഹി നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആണുങ്ങൾ ജമാഅത്തായി പള്ളിയിൽ പോയി നിർബന്ധമായി നിസ്കരിക്കുക. അല്ലെങ്കിൽ പിന്നെ ഈ വയത് കൊണ്ടൊരു പ്രയോജനമില്ലാതെ പോകും. ഇത് പറയുന്നത് കൊണ്ടോ ഇത് കേൾക്കുന്നത് കൊണ്ടോ ഒരു പ്രയോജനമില്ലാതെ പോകും. അതുകൊണ്ട് ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ തള്ളിക്കളയാനുള്ളതല്ല. നാളെ ആരോഗ്യവും ആയുസ്സും അല്ലാഹു നൽകിയാൽ എല്ലാ ആണുങ്ങളും നിർബന്ധമായും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണം. തൻ്റെ ആമക്കളെ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിപ്പിക്കണം. പെണ്ണുങ്ങൾ വീട്ടിൽ സുബഹി നമസ്കാരം നിർബന്ധമായിട്ട് നിസ്കരിച്ചിരിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അല്ലാഹുവിൻ്റെ മുന്നിൽ ശ്രേഷ്ഠതയുള്ള നമസ്കാരമാണ് വെള്ളിയാഴ്ചത്തെ സുബഹി നമസ്കാരം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ അല്ലാഹു ലഹു മിൻ നൂരി മാ ബൈനൽ ജുമുഅതൈൻ. നാളെ പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ കടന്നു വന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹു നമുക്ക് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ചെയ്യൂ. ഇൻഷാ അല്ലാഹ് ആണോ അതോ മാഷാ അല്ലാഹ് ആണോ? ഉറപ്പിച്ചു പറ, ഇൻഷാ അല്ലാഹ് ചെയ്യുമോ? അൽഹംദുലില്ലാഹ്, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് എഴുതിയെടുക്കണമെന്നുള്ളവർക്ക് എഴുതിയെടുക്കാം ഇൻഷാ അല്ലാഹ്. ഈ പറയുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ സമാധാനത്തിൽ കയറിയിട്ട് ഈ വഅദ് ഇൻഷാ അല്ലാഹ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഒന്ന്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിന് മുമ്പ്, നിസ്കാരത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നാളെ രാവിലെ സുബഹി നമസ്കാരത്തിന് മുമ്പ് 3 പ്രാവശ്യം ആരെങ്കിലും ഈ പറയുന്ന ഒരു ദിക്റ് പറഞ്ഞാൽ അവന്റെ സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ പറയുന്ന ഒരു ദിക്റ് നാളെ സുബഹിയുടെ ജമാഅത്ത് നിസ്കാരത്തിന് മുമ്പായിട്ടൊരു 3 പ്രാവശ്യം പറയുന്നതിലൂടെ പ്രഭാതത്തിൽ തന്നെ നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാ. നാളെ സുബഹിക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ പാപങ്ങൾ നമുക്ക് കഴുകി ശുദ്ധമാക്കാൻ കഴിയും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? അസ്തഗ്ഫിറുല്ലാഹല്ലദീ
ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. 3 പ്രാവശ്യം പറയണം. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. കടലിന്റെ തിരമാലകളോളം നീ പാപം ചെയ്താലും നിന്റെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏതാ ദിക്ർ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ അസ്തഗ്ഫിറുല്ലാഹ് തന്നെ അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. എത്ര പ്രാവശ്യം? എപ്പോഴാ പറയണ്ടേ? സുബഹി കഴിഞ്ഞല്ല, സുബഹിക്ക് മുമ്പ്. സുബഹിക്ക് മുമ്പ്. സുബഹിയുടെ ബാങ്ക് കേട്ട എന്നാന്ന് അള്ളാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സുബഹിയുടെ ബാങ്ക് എന്നാ കേട്ടിട്ടുള്ള നമ്മൾ 27-ാം രാവിലെ ഈ പള്ളി വന്ന് സുബഹി നിസ്കരിക്കുന്നവരാ നമ്മളൊക്കെ. പക്ഷെ നമ്മളിൽ എത്ര പേരാ സുബഹിയുടെ ബാങ്ക് കേൾക്കണത്? എന്ന് ചോദിക്കുക. മാർക്കറ്റിൽ നിൽക്കണവരൊക്കെ കേൾക്കുന്നുണ്ടാവില്ലേ? നിസ്കരിക്കും, പക്ഷെ ബാങ്ക് അതാ പറഞ്ഞു സുബഹിയുടെ മുമ്പ് 3 പ്രാവശ്യം അൽഹംദുലില്ലാഹ് ഈ ദിക്ർ നിങ്ങൾ പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2, ജീവിതത്തിൽ വലിയ പ്രയാസം, കച്ചവടമില്ല, ഓണത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു ഇല്ലേ, ഇനി പണം ഉണ്ടാവണം. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ പറയുന്ന ദിക്ർ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം 70 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സാമ്പത്തിക ഭദ്രത അവനുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ആനത്ത്, ഞാൻ വെറുതെ അല്ല കിതാബിൻ്റെ പേര് വരെ പറയാം. ആനത്ത് എന്ന് പറയുന്ന കിതാബിലുണ്ട്. ഈ പറയുന്ന ദിക്ർ 70 പ്രാവശ്യം വെള്ളിയാഴ്ച രാവിലെ പറയുന്നതിലൂടെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത, ഒരു ഉറപ്പ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അത് പറയാൻ അറിയല്ലേ? അതില്ലെങ്കിൽ പിന്നെ എന്താ? അല്ലാഹുമ്മ അഇന്നി ബിഫളിക അമ്മൻ സിവാക വബിഹാലിക അൻ ഹറാമിക എന്ന് പറയുന്ന ഈ ദിക്ർ. അല്ലാഹുമ്മ അഇന്നി ബിഫളിക അമ്മൻ സിവാക വബിഹാലിക അൻ ഹറാമിക എന്ന് പറയുന്ന ഈ ഒരു ദിക്ർ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും 2 വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് ആരെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുമ്മ അഇന്നി ബിഫളിക അല്ലാഹുമ്മ അഇന്നി ബിഫളിക അമ്മൻ സിവാക വബിഹാലിക അൻ ഹറാമിക എന്ന് 70 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യനെ പറഞ്ഞു കഴിഞ്ഞാൽ 2 വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായി നിനക്ക് ഐശ്വര്യം തേടി വരുമെന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ. 70 പ്രാവശ്യം ഈ പറയുന്ന ഒരു ദിക്ർ നിങ്ങൾ പറയുന്നതിലൂടെ ഒരുപാട് കാത്തിരിക്കണ്ട. 2 വെള്ളിയാഴ്ചകൾ വെയിറ്റ് ചെയ്യൂ. ആ 2 വെള്ളിയാഴ്ചകൾക്കിടയിൽ അല്ലാഹു നിനക്ക് സാമ്പത്തിക ഭദ്രത നൽകുമെന്ന് മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാ. 3 വെള്ളിയാഴ്ച മരിക്കുന്നവന് ഖബറിന്റെ അകത്ത് ശിക്ഷയില്ലല്ലോ, ഖബറിന്റെ അദാബില്ലല്ലോ, അവന് ഷഹീദിന്റെ കൂലിയാണല്ലോ. വെള്ളിയാഴ്ച മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയാ, ആർക്കും സംശയമില്ലല്ലോ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു വഹബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മഹാനവറുകൾ പറയുകയാണ്, എല്ലാ വെള്ളിയാഴ്ചയും ഈ പറയുന്ന ഒരു കാര്യം പതിവാക്കിയാൽ അവൻ മുസ്ലിമായിട്ടേ മരിക്കൂ എന്ന് മഹാനായ വഹബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാ. ഈ പറയുന്ന ഒരു ദുആ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 5 വട്ടം ചൊല്ലണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറയുന്ന ഈ ഒരു ബൈത്ത് നിങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ചു വെക്കാം. വെള്ളിയാഴ്ച 5 പ്രാവശ്യം നിങ്ങൾ പറയണം. വെള്ളിയാഴ്ച ദിവസം 5 പ്രാവശ്യം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ?
5 പ്രാവശ്യം നിങ്ങൾ പറഞ്ഞാൽ ഈമാനുള്ള മരണമാ. റബ്ബിനോട് ദുആ ചെയ്യുമല്ലോ, അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ, അല്ലാഹുവേ നീ ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും മരിച്ചാ നമ്മൾ പറയുമല്ലോ, എത്ര വലിയ ഭാഗ്യവാനാണ്, എത്ര വലിയ ഭാഗ്യവാനാണ്. നിനക്കും ആ ഭാഗ്യം വേണോ? നിനക്ക് ഈമാനുള്ള ഒരു മരണം വേണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന ദുആ നിങ്ങളൊന്ന് പഠിച്ചു വെക്കൂ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹിലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. ഈ പറയുന്ന 4 വരികൾ നിങ്ങൾക്കൊന്ന് പഠിക്കാൻ കഴിയുമോ? എത്രയോ പാട്ടുകൾ അറിയാം, എത്രയോ കഷ്ടപ്പാട് പാടാൻ കഴിയാത്തതുപോലും പാടുമല്ലോ. എങ്കിൽ ഈ 4 വരി ബൈത്ത് നിങ്ങൾക്കൊന്ന് പഠിക്കാൻ കഴിയുമോ? കഷ്ടപ്പാടില്ലല്ലോ. ഒരു 5 മിനിറ്റ് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ വലിയ വലിയ പുസ്തകങ്ങൾ കാണാതെ പഠിക്കുന്നവര് ഈ 4 വരി നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിനക്കൊന്ന് പഠിക്കാൻ കഴിയുമോ? ഓർമ്മയോടെ ഒന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? എല്ലാ വെള്ളിയാഴ്ചയും ഒരു 5 പ്രാവശ്യം നിനക്കൊന്ന് പാടാതെ ഈ ബൈത്തൊന്ന് പറയാൻ കഴിയുമോ? നിനക്ക് നല്ല മരണമാ. വഹബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വഹബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഏതാണ് ഈ ബൈത്ത്? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹിലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. എത്ര മനോഹരമായ ബൈത്താണ്, എത്ര മനോഹരമായ ബൈത്താണ്. നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊന്ന് പഠിക്കാൻ പറ്റുമോ? നമ്മുടെ ഹൃദയത്തിലൊന്ന് സൂക്ഷിക്കാൻ പറ്റുമോ? ഇതൊന്ന് കാണാതെ പഠിക്കാൻ പറ്റുമോ? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹിലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. എന്തർത്ഥമെന്നറിയുമോ? എന്തൊരു മനോഹരമായ അർത്ഥമെന്നറിയുമോ? അവിടെ നിന്ന് പറയുകയാ, ഫഹബിലി തൗബത്തുൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. ഈ 4 വരി ബൈത്തുണ്ടല്ലോ, വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും പാരായണം ചെയ്താ ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല മരണം തരണേ അല്ലാ. കരുണക്കടലായ അല്ലാ, മലിക്കുൽ ജബ്ബാറായ അല്ലാ, ശഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കിട്ടാൻ ജീവിതത്തിൽ നന്മയൊന്നുമില്ല അല്ലാ. പടച്ചവനെ, വെള്ളിയാഴ്ച ഓരോ മനുഷ്യനും മരിക്കുന്നത് കാണുമ്പോ കൊതി തോന്നുന്നു അല്ലാ. പടച്ചറപ്പേ, ഞങ്ങൾക്ക് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഈമാനുള്ള മരണം തരണേ അല്ലാ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഏതാ 4 വരി? ഏതാ? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹില. ഒന്ന് പാടിക്കേ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹില വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദൻബിൽ അലീമി. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എഴുതി തരാം, നിങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് പ്രതിഫലം നൽകിയാൽ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു,
സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ പാരായണം ചെയ്യണം. നമ്മൾ അവിടെ എത്തി നിൽക്കണേ. സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ പാരായണം ചെയ്യ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് ജുമായ്ക്കിടയിലുള്ള പ്രകാശമാണ് സൂറത്തുൽ കഹ്ഫ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വെളിച്ചമാ, നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമാ, ഒരു പ്രകാശമാ. അവിടെ നിന്ന് പറയുന്നു, ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെയുള്ള നിന്റെ സർവ്വ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ നീ പേടിക്കണ്ട, നിന്റെ കുടുംബത്തിന്റെയും നിന്റെയും ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 70,000 മലക്കുകളെ അല്ലാഹു നിനക്ക് കാവലായി നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവന് അല്ലാഹു ഒരു സൈന്യത്തെ കൊടുക്ക. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുണ്ടോ 70,000 സൈന്യം? ഉണ്ടോ? തോക്കും മതം പിടിച്ചുകൊണ്ട് 5, 10, 15, 20, 100, 150 എണ്ണം കാണത്തുള്ളൂ. കൂടിപ്പോയ ഒരു 5000 കൂട്ട്, നിങ്ങൾ അത്ര കൂട്ട്. പക്ഷേ തോക്കും വേണ്ട, ഒന്നും വേണ്ട, അള്ളാഹുവിന്റെ സൈന്യം ഇറങ്ങും. ആരെ സംരക്ഷിക്കാൻ? സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തവനെ. വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും കൂടുതൽ സംഭവങ്ങളും ചരിത്രങ്ങളും വിശേഷിപ്പിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു തരുന്ന ആ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവന് 70,000 കാവൽക്കാർ. അൽഹംദുലില്ലാഹ്. ഇവിടത്തവനെ വെടിവെച്ചാൽ തീർന്നു പോവും, കാറ്റടിച്ച ഓടും. അവനവന്റെ ജീവനക്കാരും വലുതൊന്നും ഇല്ലല്ലോ. പക്ഷെ അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് സംരക്ഷണമായി അള്ളാഹു നൽകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ കഹ്ഫ് നിർബന്ധമായിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ച ഓതിയില്ലേ എനിക്കറിയില്ല. പക്ഷെ ഇന്ന് നീ അതിൻ്റെ നന്മ പിടിച്ചു. അത് ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് എൻ്റെ വഅദ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും പഠിച്ചു. ഇനി ചെയ്തില്ലെങ്കിൽ അതിനടി വേറെയാ. ഇനി ചെയ്തില്ലെങ്കിൽ അതിന് വേറെ കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. യഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 70,000 മലക്കുകളുടെ കാവലും അതുപോലെ അവരുടെ ദുആയും നമുക്കുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 8ാമത്തെ കാര്യം, സൂറത്തു യാസീൻ വെള്ളിയാഴ്ച പാരായണം ചെയ്യണം. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് നിന്റെയും നിന്റെ മരണപ്പെട്ടവരുടെയും പാപം പൊറുപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വെള്ളിയാഴ്ച ദിവസം ഒരു യാസീൻ, ഒന്നുമില്ലെങ്കിലും ആദ്യമായിട്ട് നിന്നെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് അത്തരം തേച്ച് മുടിയും ചീകി നിന്നെ പള്ളിയിലേക്ക് പറഞ്ഞുവിട്ട നമ്മുടെ ഉമ്മ കയ്യിൽ പിടിച്ച് ആദ്യമായി പള്ളിയിൽ കൊണ്ടുവന്ന് ഒതുവൊക്കെ എടുപ്പിച്ച് ചെരുപ്പൊക്കെ ഒരു സൈഡിൽ മാറ്റിവെച്ച് കൊണ്ടുവന്ന് അടുത്ത് പിടിച്ചിരുത്തി, മോനെ ഉറങ്ങല്ലേ എന്ന് പറഞ്ഞ് അടുത്ത് പിടിച്ചിരുത്തിയിട്ട് നേരെ സഫ് ശരിയാക്കി നിർത്തിപ്പിച്ച് കൂടെ നിർത്തി നമ്മളെ നമസ്കരിപ്പിക്കാൻ പഠിപ്പിച്ച നമ്മുടെ വാപ്പ, അവരെ നമ്മൾ മറന്നു പോകരുത്. അവർക്ക് വേണ്ടിയെങ്കിലും നമുക്കൊരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരുപാട് കേട്ട് കളയുന്നതിലുപരി ഇൻഷാ അല്ലാഹ് നാളെ ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് എല്ലാം കൂടെ കേട്ട് അവിയലാക്കി കളയാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ്, ഒന്നാമത്തെ കാര്യം സുബഹിക്ക് മുമ്പ് എന്തു പറയണം? സുബഹിക്ക് മുമ്പ് ഏതാ ദിക്ർ? അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി 3 പ്രാവശ്യം പറയണം. അത് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം എപ്പോഴെങ്കിലും സാമ്പത്തിക ഭദ്രത കിട്ടുന്നതിന് വേണ്ടി അല്ലാഹുമ്മ അഇനിനി ബിഫളിക അമ്മൻ സിവാക വബിഹാലിക അൻ ഹറാമിക എന്ന് പറയുന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ പറയുക 70 പ്രാവശ്യം. ഈമാൻ കിട്ടി മരിക്കുന്നതിന് വേണ്ടി വെള്ളിയാഴ്ച 5 പ്രാവശ്യം ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി യഹില വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി എന്ന് പറയുന്ന ഈ 4 വരി ബൈത്ത് എൻ്റെ ഈ 4 വരി ബൈത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുതിയെടുക്കേണ്ടവരൊന്നുകൂടെ എഴുതിയെടുത്ത്, ഓൺലൈനിൽ ഇരുന്നിട്ട് എഴുതുന്നവർ
ഒന്നുകൂടെ വെള്ളിയാഴ്ച ദിവസം സുബഹി നമസ്കാരത്തിന് മുമ്പായി അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് പറയുന്ന ഈ ഒരു ദിക്ർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 3 പ്രാവശ്യം പറയുക. 2, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സാമ്പത്തികമായിട്ടൊരു ഭദ്രത നമുക്ക് ഉറപ്പാക്കാൻ നമ്മൾ പറയേണ്ടത് അല്ലാഹുമ്മ അഇനി ബിഫളിക അമ്മൻ സിവാക വബിഹാലിക അൻ ഹറാമിക എന്ന് പറയുന്ന ഇത് 70 പ്രാവശ്യം ഈ ഒരു ദിക്ർ നിങ്ങൾ പറയുക. 3, ഈമാൻ കിട്ടിയുള്ള ഒരു മരണം, വെള്ളിയാഴ്ച ദിവസത്തിലെ മരണം കൊതിക്കുന്നവർ ഈ പറയുന്ന 4 വരി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി യഹില വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി എന്ന് പറയുന്ന ഈ 4 വരി ബൈത്ത് പാരായണം ചെയ്യുക. 1,24,000 ദോഷങ്ങൾ, 1,00,000 പാപം നിന്റെതും 24,000 പാപം നിന്റെ മാതാപിതാക്കളുടെയും പൊറുക്കപ്പെടണമെങ്കിൽ 100 പ്രാവശ്യം ജുമുഅ നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് പറയുക. അതുപോലെ തന്നെ 1 കൊല്ലത്തെ നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും കൂലി കിട്ടണമെങ്കിൽ കുളിച്ച് നേരത്തെ പള്ളിയിൽ വന്ന് ഖുതുബ കേൾക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കാവല് ലഭിക്കാൻ, മലക്കുകളുടെ കാവല് നിനക്ക് ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ സംരക്ഷണം നിനക്ക് ലഭിക്കാൻ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യ്. അതുപോലെ വെള്ളിയാഴ്ച ദിവസം സൂറത്തു യാസീൻ ഓതാൻ നീ മറന്നുപോകരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള വഴിയാണ് വെള്ളിയാഴ്ച ദിവസമാണ്. ആ വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടാറുള്ള വഴി എന്തെന്നറിയുമോ? അന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ. വെള്ളിയാഴ്ച ദിവസം മുത്തുനബിയുടെ മേൽ സ്വലാത്ത് പറഞ്ഞാൽ അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു قال رسول الله صلى الله عليه وسلم من صلى علي واحدا صلى الله عليه عشرا. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന് വേണ്ടി 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. മുത്തുനബിയുടെ പേരിൽ വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യന് സ്വലാത്ത് പറഞ്ഞാൽ അവന് വേണ്ടി അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലുകയാണ്. അല്ലാഹു അവന് 10 സ്വലാത്ത് ചൊല്ലുന്നതാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സ്വലാത്ത് പറയുമെന്നല്ല, മറിച്ച് അല്ലാഹു അവനെ അനുഗ്രഹിക്കുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറയുന്നതിലൂടെ അല്ലാഹു അവനെ അനുഗ്രഹിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പ്രത്യേകം സ്വലാത്ത് ചൊല്ലിയാൽ അങ്ങനെ ചൊല്ലണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമുൽ ജുമുഅ ഫീഹി ഖുലിക ആദം വഫീഹി നഫ്ഖാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ നിങ്ങൾ അധികമായിട്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ സ്വലാത്ത് പറയണേ. ആ ദിനത്തിൽ എൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വെള്ളിയാഴ്ച അമിതമായിട്ട് സ്വലാത്ത് പറയണം. കാരണം അന്നത്തെ സ്വലാത്ത് എൻ്റെ മുന്നിൽ കൊണ്ടുവരപ്പെടും. എനിക്ക് കാണാ സ്വഹാബ, ഒരാൾ ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുകയാ, ഇന്നല്ലാഹ ഖദ് ഹറമല്ലാഹു ഹറമ അലൽ അർളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു സഹാബി ചോദിച്ചു, നിങ്ങളുടെ ശരീരം നുരുമ്പിപ്പോയാൽ അതെങ്ങനെയാണ് ഉണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ മുന്നിൽ സ്വലാത്ത് പറയുമ്പോൾ ആ സ്വലാത്തുകൾ എൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്ന് പ്രവാചകൻ പറയുമ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, നബിയേ
മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ സർവ്വതും നുരമ്പിച്ചു പോകുമല്ലോ. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞ മറുപടി, പ്രവാചകന്മാരുടെ ശരീരം ഭക്ഷിക്കുന്നതല്ല, ഭൂമി തിന്നുന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, വെള്ളിയാഴ്ചകളിൽ എനിക്ക് വേണ്ടി സ്വലാത്തുകൾ അധികരിപ്പിക്കുക. വെള്ളിയാഴ്ചകൾ നിങ്ങൾ ചെയ്യുന്ന സ്വലാത്തുകൾ എനിക്ക് കാണിക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസത്തിൽ ചെയ്യേണ്ട സൽക്കർമ്മം എന്തെന്നറിയുമോ? അധികം സ്വലാത്ത് പറഞ്ഞോ, മുത്തുനബിയുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചോ. മദീനയിൽ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ റൗളയ്ക്കകത്ത് കിടന്നുറങ്ങുന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മദീനത്തെ റൗളയ്ക്കകത്ത് കിടക്കുമ്പോൾ ഈ പായിപ്പാട് പള്ളിക്കകത്തിരുന്ന് ഞാനും നിങ്ങളും പറയുന്ന സ്വലാത്തുകളുണ്ടല്ലോ, മലക്കുകൾ കൊണ്ടുപോവുകയാണ്. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് കിടക്കുന്ന മദീനയുടെ റൗളയിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ കൊണ്ടുപോവുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്ന മനുഷ്യന്റെ മകൻ അങ്ങയ്ക്ക് വേണ്ടി സ്വലാത്ത് പറഞ്ഞിരിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് സ്വലാത്തുകൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, നമ്മൾ പലരും നിസ്സാരമായി തള്ളുകയാണ്, നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സാധാരണ വെള്ളിയാഴ്ച പോലെയല്ല, ഈ വെള്ളിയാഴ്ച നമുക്കൊരുപാട് നന്മകൾ ചെയ്യണം, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഈ വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വെള്ളിയാഴ്ചയാക്കണം. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തൽ ജുമുഅതി ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബ്ർ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വെള്ളിയാഴ്ച രാത്രിയിലോ പകലിലോ, വെള്ളിയാഴ്ച രാത്രിയിലോ പകലിലോ ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ അല്ലാഹു അവനെ ഖബർ ശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കുന്നതാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യാഴാഴ്ച മഗ്രിബ് നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവ് തുടങ്ങുകയാണ്, വെള്ളിയാഴ്ച രാവ് തുടങ്ങുകയാണ്. പടച്ചവനെ, ആ രാത്രിയിലോ അല്ലെങ്കിൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ മുതൽ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ ആ സമയത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ രാവാകട്ടെ പകലാകട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പദവി എന്താണ്, അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു മരണം തരണേ അല്ലാ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നത് വെറുതെയല്ല. ദുആ ചെയ്തെന്ന് പറഞ്ഞത് കിട്ടണമെന്നില്ല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, ആ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാ അവൻ 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറുണ്ടല്ലോ, ഭയാനകമായ ഖബറുണ്ടല്ലോ, ഏകാന്തതയുടെ ഖബറുണ്ടല്ലോ. റസൂലുള്ളാഹി തങ്ങളെ ഖബറിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോ സ്വഹാബത്തിരുന്ന് കരയാൻ കാരണമായ ഖബറുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഭയാനകമായ ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ ഭയാനകമായ അവസ്ഥയിൽ നിന്ന്, ആ ഖബറിന്റെ അദാബിൽ നിന്ന്
ആ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅതി ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തുൽ ഖബർ. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹു ഈ സമുദായത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ കനിഞ്ഞിരിങ്ങി നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് വെള്ളിയാഴ്ച ദിവസം, ജുമുഅ ദിവസം. എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, ആ വെള്ളിയാഴ്ച ദിവസത്തെ നാം ആദരിക്കണം. ആ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി നാം തയ്യാറാകണം.